I understood ഇതൊന്നുമല്ല എന്നിലുള്ള ഒരു ആങ്ഷ്യസ് മദറിന് ബിയോണ്ട് I start stepping myself into that shoes, and that is where I am now. ഒരു challenge the child is going to face is me എന്നൊരു കോൺസെപ്റ്റ് ആണ്. The whole world revolves around me. ആ എമ്മിനെ നമ്മൾ make it ulta and WEV. V is the greatest concept that we get them exposed. ഒരു കാര്യം അച്ഛനോട് ചോദിച്ചു, because everything starts from home. അപ്പം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നോ പറഞ്ഞു. They come to അമ്മ and ask മമ്മ, can I do this? അപ്പം അമ്മ നോ പറഞ്ഞത് കൊണ്ടാണോ അച്ഛൻ നോ പറയുന്നത്? നോ. The thing is that അച്ഛനും അമ്മയ്ക്കും കറക്റ്റ് സെറ്റ് ഓഫ് യെസ്സും നോയും സെയിം ആയിരിക്കണം ഒരു ഫാമിലിയിൽ. നമ്മളൊരു കോളിലിരിക്കുമ്പോൾ കുഞ്ഞ് കരയണ്ട അല്ലെങ്കിൽ ബഹളം വെക്കാതിരിക്കാനായിട്ട് ഇപ്പം പേരൻസ് ആർ ഫോഴ്സ്ഡ് ടു ഗിവ് ദ ഫോൺ, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് വേണം എന്ന് പറയുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ മൈ മദർ യൂസ് ടു ബി ബിസി, എന്തെങ്കിലും ജോലി ചെയ്യുന്നു, അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ അപ്പുറത്ത് കളിക്കാൻ പോയിക്കോട്ടെ. പക്ഷെ ദാറ്റ് വാസ് വെരി ഗുഡ് ആക്ച്വലി. ഇപ്പം ഡെഫിനറ്റ്ലി സ്കൂളാണ് ആ ഒരു റൈറ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ആ ഒരു ഇമോഷണൽ ഒരു കോൺഫിഡൻസ്. Finally you see children going and trying to solve that issue, saying that why don't you give, or some come and tell us. So different ways of solving these little things happens there. Okay. But idinte ellam oru base is the circle time we follow. വളരെ വ്യത്യസ്തമായിട്ടാണ് ഒരാൾ കിൻഡർ ഗാർഡൻ കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ലീനു മാം ഈ കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്? വെരി ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ആക്ച്വലി ടോട്ടലി ഡിഫറെൻറ്റ് പ്രൊഫഷനിലായിരുന്നു. കുറച്ച് കഴിയുമ്പം എനിക്കൊരു കുഞ്ഞായതിന് ശേഷം അവനെ സ്കൂളിൽ വിട്ട് തുടങ്ങുമ്പോൾ ഇസ് വേർ ഐ റിയലി ചോസ് സ്കൂൾ as a mother. Like I believe, or what I have experienced, കുഞ്ഞായി എനിക്ക് രണ്ടാമത്തെ ആളുമായി 2 months ഗ്യാപ്പാണ് രണ്ടുപേരും. അപ്പോൾ ഫസ്റ്റ് ആളെ എന്നിട്ട് സ്കൂളിൽ വിട്ട് തുടങ്ങുമ്പോൾ I had a lot of anxiety. എന്താകും ഇനി, എങ്ങനെയാണ് സ്കൂളിൽ പോയാൽ ടീച്ചേഴ്സ് നോക്കുന്നത്, അവൻ്റെ ടാൻഡ്രം എങ്ങനെ അവർ ഹാൻഡിൽ ചെയ്യും, ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് മനസ്സിൽ, ഒരുപാട് ടെൻഷൻ. അങ്ങനെ ഞാൻ സ്കൂളിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊരു ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഒരു കോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ച് അവിടുത്തെ പ്രിൻസിപ്പലിനോട് ചോദിച്ചപ്പം എനിക്ക് അന്ന് കിട്ടിയ ഒരു ഓഫറാണ് ഈ ജോലി, ബീയിങ് എ കിൻഡർ ഗാർഡൻ ടീച്ചർ. ഇത് കഴിഞ്ഞ് പിന്നെ ദെൻ ഐ അണ്ടർസ്റ്റുഡ് ഇതൊന്നുമല്ല എന്നിലുള്ള ഒരു ആങ്ഷ്യസ് മദറിന് ബിയോണ്ട്. ഐ സ്റ്റാർട്ട് സ്റ്റെപ്പിംഗ് മൈ സെൽഫ് ഇൻ ടു ദാറ്റ് ഷൂസ്, ആൻഡ് ദാറ്റ് ഇസ് വെയർ ഐ ആം നൗ. സോ അതാണ് എൻ്റെ കിൻഡർ ഗാർഡൻ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, ആസ് എ മദർ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് സംശയങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്കും ഉണ്ടാകും, എനിക്കുമുണ്ട്. അപ്പം നമുക്ക് ആ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരു വലിയ കടൽ പോലെയുള്ളൊരു ടോപ്പിക്കാണ് പേരൻറ്റിങ്. ഈ പേരൻറ്റിങ് പണ്ട് കാലത്ത് 7-12 കുട്ടികൾ ഒരു വീട്ടിലുണ്ട്. അന്നൊന്നും ഈ കുട്ടികളെ വളർത്താൻ ഇത്ര ബുദ്ധിമുട്ടില്ല. പണ്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർ വളരുകയാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലി എടുത്താൽ 1-2 മാക്സിമം അല്ലെങ്കിൽ 3 പേര്, ഇവരെ നമ്മൾ വളർത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്നതാണോ, അതോ ഇത് പൊതുവെ പാരൻറ്റിങ് ഒരു ബുദ്ധിമുട്ട് ലെവലിലോട്ടാണോ ഇപ്പോൾ നിൽക്കുന്നത്? പാരൻറ്റിങ് ബുദ്ധിമുട്ട് എന്ന് പറയാനും ഞാൻ രണ്ടിടത്തും ഈക്വലി ഐ തിങ്ക് ഹാസ് എ ലോട്ട് ഓഫ് വാല്യൂ. മുമ്പത്തെ കാലത്ത് ചിൽഡ്രൻ യൂസ് ടു സീ എ ലോട്ട് ഓഫ് തിങ്സ് ഇൻ ലേൺ. പിള്ളേർ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് പിയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പീപ്പിൾ അറൗണ്ട് ദം, അവരെങ്ങനെയാണ് അത് കണ്ടാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു ഇതിൽ ഇഫ് യു ലുക്ക് അറ്റ് മുമ്പ് ദേ ഹാഡ് എ ലോട്ട് ഓഫ് പിയർ ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ആൻഡ് ദേ സീ ലോട്ട് ഓഫ് തിങ്സ് ആൻഡ് ലേൺ. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു ന്യൂക്ലിയർ ഫാമിലിയിൽ ദാറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്. ആൻഡ് അങ്ങനെയുള്ള ഒരു കുട്ടിക്ക് ഒരുപാട് ടാൻഡ്രംസ് ഉണ്ടാവാം. ആ ടാൻഡ്രം കവർ ചെയ്യാനായിട്ട് പേരൻസ് എപ്പോഴും ദേ ഓവർ പ്രൊവൈഡ് തിങ്സ്. അത് ടോയ്സ് ആയാലും ഫെസിലിറ്റീസ് ആയാലും എന്തായാലും ഫോർ ദാറ്റ് മാറ്റർ. പണ്ടൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു ഫ്ലോ ഓഫ്
ടോയ്സ് ആയാലും പണ്ട് ഒരു ടോയ് ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഷെയർ ചെയ്ത് എവറിബഡി ഷെയർസ്. ഇത് യൂസ് ചെയ്യുമായിരുന്നു. ലൈക്ക് ഞാൻ എൻ്റെ സ്കൂളിൽ ചെമ്പക്കയിൽ ഇന്റർവ്യൂ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല. മെനി ഓഫ് ദം കം ടു അസ് ഫോർ അഡ്മിഷൻ തിങ്കിങ് ദർ ഇസ് കുഞ്ഞിനെയും കൊണ്ടുവരാം ഇൻ്റർവ്യൂവിന്. പക്ഷെ ഇൻ്റർവ്യൂ എന്നൊരു കോൺസെപ്റ്റ് ഇല്ല നമുക്കവിടെ. ബിക്കോസ് എവറി ചൈൽഡ് വാക്കിംഗ് ഇൻ ടു ദ കിൻഡർ ഗാർഡൻ ദേ ആർ കമ്മിങ് ടു അസ് ടു ലേൺ ഓൾ ദ ബേസിക്സ്. അവിടെ പിന്നെ എന്ത് കുട്ടിക്ക് അറിയാമെന്ന് ചോദിച്ച് എടുക്കുന്നത് ലൈക്ക് കൈൻഡ് ഓഫ് ഫൂളിഷ്നെസ്. അപ്പോൾ അങ്ങനെ വരുന്ന ഓരോ കുട്ടിയുടെയും പാരൻറ്റിനോട് ഞാൻ പറയുന്ന ഒരു ചാലഞ്ച് ദ ചൈൽഡ് ഇസ് ഗോയിങ് ടു ഫേസസ് മീ എന്നൊരു കോൺസെപ്റ്റാണ്. ദ ഹോൾ വേൾഡ് റിവോൾവ്സ് അറൗണ്ട് മീ. ആ എമ്മിനെ നമ്മൾ make it ulta W. and WEV. V is the greatest concept that we, get them exposed. Okay. So that the child understands when they share or when it is not only mine, then what happens. അങ്ങനെ ഒരു വേൾഡേ കുട്ടിക്ക് അറിയാതെയാണ് വരുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ പോലെ പാരൻറ്റിങ്. ഒരു ന്യൂക്ലിയർ ആയിട്ട് ഒരു ഫാമിലിയിൽ ഇരിക്കുന്ന ഒരു കുട്ടി വന്ന ഒരു കാര്യം ഷെയർ ചെയ്യണം എന്ന് പറയുമ്പോഴും അവിടെയാണ് പാരൻറ്റിങ്ങിന് ചാലഞ്ചസ് ഉള്ളത്. ആൻഡ് ദാറ്റ് ഈസ് വെയർ എവറി പാരൻറ്റ് ഹാസ് ടു ബി ഓറിയൻറ്റഡ് ഓൺ ഹൗ ടു ടാക്കിൾ ദീസ്. ഐ തിങ്ക് വി വിൽ ബി ഡിസ്കസിങ് മോർ അല്ലേ ഓൺ. ഓക്കെ, അതിനകത്ത് ഇപ്പം ഞാൻ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇത്രയും അപ്പം നമുക്ക് സ്ട്രിക്റ്റ് പാരൻറ്റിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പം സ്ട്രിക്റ്റ് പാരൻറ്റിങ് എന്ന് പറഞ്ഞിപ്പം ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് നോ പറയുന്നു. അപ്പം ആ സ്ട്രിക്റ്റ് പാരൻറ്റിങ് ആണോ ജെൻറിൽ പാരൻറ്റിങ് ആണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക്? ഒരു സ്ട്രിക്റ്റും അല്ല ജെൻറിലുമല്ല, ഒരു പ്രോപ്പർ ബൗണ്ടറീസ് സെറ്റ് ചെയ്ത ഒരു പാരൻറ്റിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വേണ്ടതെന്ന് തോന്നും. ബിക്കോസ് ഒരു കുട്ടിക്ക് ഇഫ് ഷീ ഓർ ഹീ ഇസ് വെരി ക്ലിയർ ദാറ്റ് ഇത് പാടില്ല അല്ലെങ്കിൽ ഇത് ഓക്കെയാണ്. സി വെരി ഓഫൺ വാട്ട് എ ചൈൽഡ് ഡസ് ഇസ്, ഇപ്പോൾ ഒരു കാര്യം അച്ഛനോട് ചോദിച്ചു, ബിക്കോസ് എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം ഹോം. അപ്പം അച്ഛനോട് ചോദിച്ചു, അച്ഛൻ നോ പറഞ്ഞു. ദേ കം ടു അമ്മ ആൻഡ് ആസ്ക് മമ്മ ക്യാൻ ഐ ഡു ദിസ്. അപ്പം എൻ്റെ ബിഗ്ഗസ്റ്റ് എക്സാമ്പിൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ മോൻ തന്നെ ഒരു പ്രാവശ്യം ലൈക്ക് എന്നോട് വന്നൊരു കാര്യം ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു നോ. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചു. സോ ഹീ സെഡ് അമ്മ എന്തോ പറഞ്ഞു നോ. അപ്പം ഓക്കെ വേണ്ട. അപ്പൊ അമ്മ നോ പറഞ്ഞത് കൊണ്ടാണോ അച്ഛൻ നോ പറയുന്നത്? നോ. ദി തിങ് ഇസ് ദാറ്റ് അച്ഛനും അമ്മയ്ക്കും കറക്റ്റ് സെറ്റ് ഓഫ് യെസും നോയും സെയിം ആയിരിക്കണം ഒരു ഫാമിലിയിൽ. ദ എൽഡേഴ്സ്, നോട്ട് ഓൺലി ഫാദർ ആൻഡ് മദർ, ലൈക്ക് നമുക്ക് ഗ്രാൻഡ് പേരൻസ് ഉണ്ടാവും. അപ്പം എല്ലാവരുടെയും ഒരു കുട്ടിയോട് എസ് എന്ന് പറയുന്നത് എല്ലാവരും സെറ്റ് ഓഫ് യെസ് ആൻഡ് നോ സെയിം ആയിരുന്നാൽ it's more easy and the child is groomed. ഓക്കെ, അതായത് അവര് തമ്മിൽ പേരൻസ് തമ്മിൽ ഒരു ധാരണ വേണം എന്നാണ് പറഞ്ഞു വരുന്നത്. അത് എൻ്റെ വീട്ടിലും ഒക്കെ ഉള്ള ഒരു കാര്യമാണ്. കാരണം എൻ്റെ വീട്ടിൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യത്തിന് നോ പറഞ്ഞു, ഞാനതിൻ്റെ പല വശങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ആ കാര്യം നോ പറയുന്നത്. അപ്പം ആ ഹസ്ബൻഡിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കുഞ്ഞ് അച്ഛൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കും, അച്ഛ ഇങ്ങനെ പറഞ്ഞു. അമ്മയോട് ചോദിച്ചു എന്ന് പറയില്ല, ഇങ്ങനെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ അച്ഛൻ വീട്ടിൽ എന്ത് ചെയ്യുന്നു വെച്ചാൽ, അച്ഛൻ അമ്മ എന്ത് പറഞ്ഞു എന്ന് അച്ഛൻ ആദ്യം ചോദിക്കും. അച്ഛൻ ആ സീനിലെ കാര്യങ്ങൾ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഹിൽ ആസ്ക് ദാറ്റ് മൈ കിഡ് ദാറ്റ് ഓക്കെ അമ്മ എന്താ പറഞ്ഞത്. അപ്പോൾ അമ്മ പറഞ്ഞു ഓക്കെ അമ്മ നോ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും കാര്യം കാണും നോയ്ക്ക്. സോ ഹീ മോസ്റ്റ് പ്രോബബ്ലി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പറ്റുന്ന സാഹചര്യങ്ങൾ. ചില സാഹചര്യങ്ങളിൽ ഹി വിൽ സേ യെസ്, എൻ്റെത് നോ ആയിരിക്കും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ വീട്ടിൽ നടക്കാറുണ്ട്. ബട്ട് ദിസ് ഇസ് എ ഗുഡ് വാലിഡ് പോയിന്റ് ദാറ്റ് അല്ല നമ്മൾ സെയിം ടൈം ഒരു കുട്ടിയും ചോദിക്കും, വൈ ഡു യു ഹാവ് ടു അമ്മ പറയുന്ന കേൾക്കുന്ന എന്തിനാ, അല്ലെങ്കിൽ അച്ഛൻ പറയുന്ന കേൾക്കുന്ന എന്തിനാ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട് എപ്പോഴും. ചിൽഡ്രൻ വിൽ തിങ്ക് മച്ച് ബിയോണ്ട് what we can expect. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം വന്നാലും ലൈക്ക് വൺസ് ഐ ഹാഡ് ടു ഫേസ് such a question where I said, you are born to both of us. നമുക്ക് ആ ഒരു ആസ്പെക്റ്റില് ലൈക്ക് what I said was, ദൈവം നമുക്ക് God gave you to me and your dad and we both decide what you can do or you cannot do. അപ്പം അതിന് പോലും എൻ്റെ മൂത്ത ആൾക്കൊരു ആൻസർ ആണ്, ഐ വിഷ് ഗോഡ് ഗേവ് മീ ടു യു ആൻഡ് ദെൻ യു ഷെയർ ഇറ്റ് വിത്ത് മൈ ഡാഡ് അച്ഛ, സോ ദാറ്റ് ഓൺലി യു ഹാഡ് ടു ഡിസൈഡ്. അപ്പൊ ഒരാളെ മാത്രം
കൺവിൻസ് ചെയ്താൽ മതി എന്നാണ് മോന്റെ ഒരു തോട്ട്. അത് ചോദിച്ചപ്പോൾ എനിക്ക് വേറൊരു ക്വസ്റ്റ്യനും കൂടെ അതിനുമായിട്ട് ലിങ്ക് ചെയ്ത് ചോദിക്കാനായിട്ട് വന്നത്, ഇപ്പോഴത്തെ കുട്ടികൾ വളരെ സ്ട്രാറ്റജിക് ആയിട്ടാണ് പെരുമാറുന്നത്, വളരെ സ്ട്രാറ്റജിക് ആണ്. അതായത് അവർ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവരെ പഠിച്ചു വെക്കും ആദ്യം അച്ഛൻ്റെ സ്വഭാവം എന്താണ്, അമ്മ എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചെല്ലുമ്പം ഒരു സ്വഭാവം, അമ്മയുടെ അടുത്ത് ചെല്ലുമ്പം ഒരു സ്വഭാവം. അപ്പം ഇത് പലപ്പോഴും പല കുട്ടികളിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ എൻ്റെ മോള് പോലും ഇത് ചിലപ്പം കാണിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവൾ എങ്ങനെ വളരെ ടാക്ട്ഫുള്ളായിട്ട് എൻ്റെ അടുത്തുനിന്ന് ചില കാര്യങ്ങൾ അവൾ നേടിയെടുക്കും. അപ്പം ഇങ്ങനെ വരുന്ന ഉടനെ ആ കുട്ടികൾക്കൊരു സ്വഭാവ സ്ഥിരത നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതിന് എന്തെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടോ? നമ്മൾ ഫോണിലാണെന്ന് വെച്ചുള്ള അല്ലെങ്കിൽ ഒരു ഓഫീസിൻ്റെ ഒരു കോളിലാണ്, അപ്പോൾ വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ നമ്മൾ അന്നേരം നോ പറയില്ല എന്നുള്ളത്. അപ്പോൾ ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഡു ഇസ്, അങ്ങനെ ഒരു ടൈമിൽ ഇഫ് യുവർ ചൈൽഡ് ഇസ് കമ്മിങ് ആൻഡ് ആസ്കിങ് യു എനിത്തിങ്, ആസ്ക് ദം ടു വെയിറ്റ്. ദർ ഇസ് നോ ആൻസർ ഫോർ ഇറ്റ് ദെൻ. ഓക്കെ. So that ഒരു twice thrice many a times when you repeat that, പിന്നെ അങ്ങനെ ഒരു കാര്യം ഒന്ന് ചോദിക്കുന്നത് the child understands that it's not okay. So sometimes we should say no. നമ്മൾ we say no അല്ല, like you will say that later. Okay. അപ്പോൾ നമ്മളൊരു ലേറ്റർ എന്ന് പറയുമ്പോഴും there are a lot of tantrum which can come. നമ്മളൊരു ഓഫീസിൽ ഇപ്പം ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു പേരന്റ് ആണെങ്കിൽ there are a lot of calls that they attend from home. വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ അപ്പം ബഹളം വെച്ചാൽ നമ്മൾ ഫോൺ ചോദിച്ചാൽ കൊടുക്കും. അത് നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയാണ് ഇപ്പോഴും. അത് നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഭയങ്കര പാടാണ്. സോ നമ്മളൊരു കോളിലിരിക്കുമ്പോൾ കുഞ്ഞ് കരയണ്ട അല്ലെങ്കിൽ ബഹളം വെക്കാതിരിക്കാനായിട്ട് ഇപ്പം പേരൻസ് ആർ ഫോഴ്സ്ഡ് ടു ഗിവ് ദ ഫോൺ, അല്ലെങ്കിൽ ഒരു ഗാഡ്ജറ്റ് വേണം എന്ന് പറയുന്നത്. മുമ്പൊക്കെ ആണെങ്കിൽ മൈ മദർ യൂസ് ടു ബി ബിസി, എന്തെങ്കിലും ജോലി ചെയ്യുന്നു, അങ്ങനെ ഒരു ടൈമിൽ നമ്മൾ അപ്പുറത്ത് കളിക്കാൻ പോയിക്കോട്ടെ. പക്ഷെ ദാറ്റ് വാസ് വെരി ഗുഡ് ആക്ച്വലി. വെരി കൺസ്ട്രക്റ്റഡ് ഒരു ലൈഫ് സ്റ്റൈൽ സെനാരിയോയില് അങ്ങനെ നമുക്ക് അപ്പുറത്ത് അങ്ങനെ ആരും ചിലപ്പം നെക്സ്റ്റ് ഡോർ ആരാണെന്ന് പോലും വിടാൻ പോലും ഇപ്പം മടിക്കും, അങ്ങനെ വിടത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പം അഗൈൻ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, മൊബൈലും വെച്ച് വീട്ടിലിരിക്കുന്നതല്ലേ സേഫ് എന്നുള്ളത്. സോ ബട്ട് നമ്മളത് ബിയോണ്ട് എ പോയിന്റ്, നമ്മളൊരു ഇത്രയും സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞ് നമ്മളത് ഒന്ന് നിശ്ചയിച്ചാൽ അതിന് ബിയോണ്ട് കൊടുക്കാതിരിക്കുക. പിന്നെ വളരെ പാരന്റ് കൺട്രോൾഡ് ആയിരിക്കണം അവര്, എന്ത് ആണെങ്കിലും വാച്ച് ചെയ്യുന്നതും. പിന്നെ നമ്മൾക്ക് തന്നെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്ത് വെക്കാമല്ലോ, ലൈക്ക് ഞാൻ ഓൾറെഡി ചോദിക്കാനായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് സ്ക്രീൻ ടൈം. കാരണം കുട്ടികൾ ഇപ്പോൾ വെക്കേഷനും കൂടിയാണ്, വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. ഒന്നീ TV അല്ലെങ്കിൽ നാട്ടുമ്പുറമൊക്കെ ആണെങ്കിൽ അവിടെ പറമ്പിൽ ഓടുക, കുട്ടികളുണ്ട് കളിക്കാനായിട്ട്, അത് അവർ എക്സ്പ്ലോർ ചെയ്ത് കുറേ കാര്യങ്ങൾ പഠിക്കും. അങ്ങനെയൊക്കെ അവർക്കൊരു ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ സിറ്റി ലൈഫ് കുട്ടികൾക്ക് ആകെയുള്ള ചാൻസ് എന്ന് പറയുന്നത് അവർ ഫ്രണ്ട്സിൻ്റെ ഒപ്പം പുറത്തൊന്നീ പോവുക, അല്ലെങ്കിൽ ലുലുലോട്ട് പോകും, അവിടെ കുറേ കഴിക്കും, തിരിച്ചു വരും. അല്ലെങ്കിൽ മൊബൈൽ സ്ക്രീൻസ്, അല്ലെങ്കിൽ മൊബൈലിൽ കൊടുക്കുന്ന നമ്മൾ നോ പറഞ്ഞാലും ഉടനെ പോയി ദേ ആർ ഓട്ടോമാറ്റിക്കലി സ്വിച്ചിങ് ദെയർ സെൽഫ് ടു TV. ഇങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സെനാരിയോ. അപ്പോൾ സ്ക്രീൻ ടൈമിൽ ഞാൻ ചോദിക്കാൻ വന്നത്, ഇവർക്ക് സ്ക്രീൻ ടൈം എത്ര നേരം റെസ്ട്രിക്റ്റ് നമുക്ക് കൊടുക്കാം, എന്ത് കാണണം, എവിടെ റെസ്ട്രിക്റ്റ് ചെയ്യണം, എത്ര സമയം സ്ക്രീൻ ടൈം കൊടുക്കാം, അതല്ലാതെ ഇവർക്ക് എങ്ങനെ ക്രിയേറ്റീവായിട്ട് ഇവരുടെ ഡേ സ്പെൻഡ് ചെയ്യാം? ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഒരു ഇതിൽ ചോദിക്കുന്നത്. നീതു ചോദിച്ച പോലെ അച്ഛനെയും അമ്മയും വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മാനേജ് ചെയ്യുന്ന ഒരു കുട്ടി. അതായത് ഇപ്പം അച്ഛൻ ബിസി ആണെങ്കിൽ അച്ഛനോട് ചോദിച്ച്, അല്ലെങ്കിൽ അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കുക, അല്ലെങ്കിൽ അമ്മ വേണ്ടാന്ന് പറയുന്നത് അച്ഛനെ കൊണ്ട്, അല്ലെങ്കിൽ അച്ഛൻ വേണ്ടാന്ന് പറയുന്ന അമ്മയെ കൊണ്ട് സാധിച്ചെടുക്കാൻ. അത് ഭയങ്കര സ്ട്രാറ്റജിക് ഒരു പ്ലാനാണ് കുട്ടിയുടെ. ആക്ച്വലി എവറി ചൈൽഡ് ഇസ് ബോൺ വിത്ത് എ PhD ഓൺ ദർ പേരൻസ്. അങ്ങനെയാണ് അവരുടെ വേ ഓഫ് മാനേജിങ്. അപ്പം ദ പേരൻസ്, അപ്പം നമ്മൾ ഈ പറഞ്ഞ ആസ് എ പേരൻറ്റ് where you curb them really matters. അപ്പം അങ്ങനെ നമ്മൾക്ക് ഇപ്പം 2 പ്രാവശ്യം നമ്മൾ സമ്മതിച്ചു, 3ാമത്തെ പ്രാവശ്യം ആകുമ്പം you understand that this is the normal behavior of becoming a normal behavior of a child. അപ്പം ഓരോരുത്തരുടെ അടുത്തും the child will be a different individual. അപ്പം അത് as a parent you have to curb that, sit down to talk to the child.
saying that when I say no, I don't expect you to go to the another person, whoever it may be. ഇപ്പം ഗ്രാൻഡ് പേരൻസ് ആണ് ഏറ്റവും കൂടുതൽ അഡ്വക്കേറ്റ് ചെയ്യുന്ന അങ്ങനെ. അപ്പം ദെൻ ഇറ്റ്സ് ഓൾവേസ് നമ്മൾ എപ്പോഴും കറക്ഷൻസ് ആണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഇങ്ങനെ മിസ്റ്റേക്സിനെ ഇങ്ങനെ ചെയ്ത എന്തിനാ അങ്ങനെ ചെയ്ത എന്തിനാ എന്ന് പറയുന്നേക്കാളും I think the whole family sits together to talk very positively about that. കുറേയും കൂടെ ഇപ്പോഴത്തെ പിള്ളേർ they understand better and they understand that everybody knows that this is my strategy, so nobody puts themselves down in. അപ്പം അങ്ങനെയാണ് അത് കർബ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. what I have experienced also, ഇപ്പൊ ഒരു സ്കൂളിൽ വന്നാലും ഇത് തന്നെയാണ്. ടീച്ചറോട് വയറുവേദനയാണെന്ന് പറയും, എൻ്റെ അടുത്ത് വരുമ്പോൾ വേറൊരു റീസൺ പറയും. അപ്പൊ എവിടെയാണെങ്കിലും ദ ചൈൽഡ് ഈസ് സീക്കിംഗ് സം കൈൻഡ് ഓഫ് എ കംഫർട്ട്. ഇപ്പൊ സ്കൂളിൽ വരും, പക്ഷെ വീട്ടിലാണെങ്കിൽ കുറേയും കൂടെ വാസ്റ്റ് ആണ്. അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് പറയുമ്പം ഏറ്റവും കൂടുതൽ ടാൻഡ്രം ഒരു കുട്ടി ത്രോസ് അറ്റ് ഹോം ദാൻ അറ്റ് സ്കൂൾ. ഇപ്പം ചില പേരൻസ് ഓപ്പൺ ഡേന് വരുമ്പോൾ പറയൂ ഇവിടെ ഇങ്ങനെയാണെങ്കിലും വീട്ടില് ഭയങ്കര ടാൻഡ്രമാണ്. ശരിക്കും പറഞ്ഞാൽ അത് ഒരിക്കലും വീട്ടില് ഭയങ്കര ബഹളം, സ്കൂളില് ഭയങ്കര നല്ലതെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഓൾവേസ് എ പോസിറ്റീവ് തിങ്, ഐ മസ്റ്റ് സേ. ബിക്കോസ് അറ്റ് ഹോം അതവരുടെ ഒരു സേഫ് എൻവയൺമെന്റ് ആണ്. അവിടെ എന്ത് കാണിക്കാം, ബിക്കോസ് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ട്രസ്റ്റ് ദി ചൈൽഡ് ഇസ് ബിൽഡ്. ആ ഒരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ടാണ് ദേ push their tantrum to whatever level. Okay, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പം ഞാൻ വേറൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ കുട്ടികളുടെ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്, അതായത് കുഞ്ഞിലെ മുതലേ ഒരു കുട്ടി വളർന്നു വരുന്നിടം വരെയുള്ള ആ കുട്ടിയുടെ ഒരു കോൺഫിഡൻസ് ബിൽഡിങ് എന്ന് പറയുന്നത്, ഒരു ഇമോഷണൽ കോൺഫിഡൻസ് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുക്കുന്നതിൽ കിൻഡർ ഗാർഡൻ ലെവലിലുള്ള ട്രെയിനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്? ഡെഫിനറ്റ്ലി. ഇപ്പം ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഒരു മുമ്പത്തെ പോലെ ഒരു ജോയിൻറ്റ് ഫാമിലി ആണെങ്കിൽ ചിൽഡ്രൻ ജസ്റ്റ് ലേൺ മെനി തിങ്സ്. പക്ഷെ ഇപ്പോൾ അങ്ങനെ ഒരു ആസ്പെക്റ്റിൽ സ്കൂൾ പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ, റൈറ്റ് ഫ്രം സ്റ്റാർട്ടിങ് ടു ഷെയർ ഓർ വെയിറ്റ് ഫോർ ദെയർ ടേൺ. ഒത്തിരി സോഷ്യൽ സ്കിൽസ് വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് is picked at school than at home, because at home it's only about you and at school it's only about many. It's about me and my friends. So I wait for my turn to play on the slide. I share my toys. I pass a smile to everyone in the morning. So we have a beautiful routine every day where we have a circle time. And circle time is something which every child waits for. And the first thing we do is like we pass a smile or we greet each other. And then the teacher initiates a lot of learning of new concepts, anengilum rhymes anengilum ellam introduce cheyyunnathu it's during this particular time. And which is the hub where every little child picks our unique qualities which is expected, like നമ്മളിപ്പോൾ പറഞ്ഞ പോലെ. അപ്പം ഡെഫിനറ്റ്ലി സ്കൂളാണ് ആ ഒരു റൈറ്റ് വേ ഓഫ് ഡൂയിങ് തിങ്സ് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ആ ഒരു ഇമോഷണൽ ഒരു കോൺഫിഡൻസ്. Because even in our circle time, like the child who does not like to speak. Okay, ഈ സർക്കിൾ ടൈം എന്താണെന്നുള്ളതൊന്ന്. സർക്കിൾ ടൈം ഇസ് വെയർ മോർണിംഗ് നമ്മളുടെ ഒരു പ്രെയർ ഒരു റൂട്ടീൻ കഴിഞ്ഞാൽ ദി ടീച്ചർ സിറ്റ്സ് വിത്ത് ദ ചിൽഡ്രൻ ലിറ്ററലി ഇൻ എ സർക്കിൾ where they are we start clapping for each other, or we pass a smile looking at passing a teddy with a smile, അല്ലെങ്കിൽ any toy with a smile, and then everybody gets to pass that toy and finally it reaches the teacher. Similarly, the child maybe like the teacher would say, I am Linu, and she smiles at the next child, and what's your name, and then maybe they say their name. But they will be children who will be very, shy to speak out, or who doesn't want to speak. So what we do is like the little one who doesn't want to speak, the teacher will
pretend like, you know, the child is okay to tell the teacher. So she is Priya, and then everybody claps for the child. Okay. So everybody says their name, everyone is like, you know, clapping or appreciating that. So each child who initially speaks to the teacher's ear later sits next to the teacher and says, or on the teacher's lap and she's ready to speak, later sits next to the child, or after couple of days the third child will be this little one where the teacher only pats on the shoulder. Okay. And finally the child is ready to just stand up and say, I'm Okay. so and so. So right from, you know, that saying their name to being able to speak confidently, or you know, mingle with the peer for, say, problem solving. See, children, you know, they have some argument, some child wants a particular toy, they fight, but you know, initially they don't respond at all. Others who see don't stay away, but finally you see children going and trying to solve that issue, saying that why don't you give, or some come and tell us. So different ways of solving these little things happens there. Okay. But ഇതിൻ്റെ എല്ലാം ഒരു ബേസ് ഇസ് ദ സർക്കിൾ ടൈം വി ഫോളോ. ഓക്കെ. ആ സ്പെൻഡ് ചെയ്യുന്ന ടൈം, Yes. അതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ വീട്ടിൽ കുട്ടികൾക്ക് അത് എൻജോയ് ചെയ്യാൻ ഒരു കാരണം വീട്ടിൽ കുട്ടികൾക്ക് അത് അങ്ങനെ ഒരു സമയം കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവില്ല എന്നൊരു തോന്നൽ അവർക്ക് കാണുമായിരിക്കും. Definitely, because you know, in our kindergarten, that is in Chempaka, we make sure that every child is heard, every child is valued and respected for what they say. ഓക്കെ. Like for example, like I used to have a child, she comes late mostly. അപ്പൊ ഞാൻ ഒരു ദിവസം ഇങ്ങനെ അച്ഛനോട് പറഞ്ഞു ഒന്ന് നേരത്തെ എത്തിക്കണം, because the child is missing the assembly. So what the father said was very touching, you know. He said, മാം എല്ലാ ദിവസവും ടീച്ചർക്ക് അല്ലെങ്കിൽ മാമിന് ഒരു പൂ വേണം. അപ്പൊ വീട്ടിൽ ചെടിയൊന്നും ഇല്ല, ഫ്ലാറ്റ് ആണ്. ഇപ്പൊ റോഡിൽ നിർത്തി ഒന്നുകിൽ ഒരു ബോഗൻവില്ല അല്ലെങ്കിൽ ഒരു ശവന്നാറിപ്പൂ, ഇതൊക്കെ പിടിച്ചിങ്ങനെ കൈയിടാത്തത് സ്കൂളിലെത്തുമ്പോൾ അതെല്ലാം ഇങ്ങനെ വാടി ഒരു പരുവാവും. ബട്ട് അത് കൊണ്ടുവരണം എന്നുള്ള ചൈൽഡ്, തോട്ട് ദ ചൈൽഡ് ഹാസ്, യുനോ, അതിനെ ലൈക്ക് മേ ബി ദ ഫാദർ ഓൾസോ ഫൈൻഡ്സ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു റെസ്പെക്ട്. ബിക്കോസ് എൻ്റെ അടുത്ത് പറഞ്ഞു, മാം ചില ദിവസം ഞാൻ ഇന്ന് അടിയും കൊടുത്താൽ കൊണ്ടുവന്നേ, ഞാൻ നിർത്തിയില്ല. പക്ഷേങ്കിൽ ഫോർ എ ടീച്ചർ ഐ തിങ്ക് we respect that. So അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ദ വേ അവര് വീട്ടിൽ എക്സ്പ്രസ് ചെയ്യാൻ കിട്ടാത്ത അതുമല്ല, ഇപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ ഒരു kindergartner after years I see, or after months I see, they come and start telling you things. അതെന്താ വെച്ചാൽ they know that the teachers always listen to them. ആ ഒരു ലിസണിങ് ഇയർ ആണ് വേണ്ടത്. I always tell the parents, they are not looking for perfect parenting, but they are looking for the presence of the parent. You being present is more important than you being perfect. അതെ. അതാണ് one thing which is ആ ഒരു ചൈൽഡിൻ്റെ വേൾഡിൽ വെരി ഇമ്പോർട്ടൻറ്റ്. ഞാനത് ചോദിക്കാനായിട്ട് വരികയാണ്. അതായത് നമ്മളിപ്പം കൂടുതലായിട്ടും ഒരു ഹാപ്പി ചൈൽഡിനെക്കാട്ടിലും വി പ്രിഫർ ടു ഗ്രോ എ ചൈൽഡ് ആസ് എ പെർഫെക്റ്റ് ചൈൽഡ്. അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം പലപ്പോഴും ഞാൻ തന്നെ ചിലപ്പം എൻ്റെ കുഞ്ഞിനെ വഴക്ക് പറഞ്ഞിട്ട് ഐ ഓൾവേസ് ഫീൽ ബാഡ് ആഫ്റ്റർ. ഈ വഴക്ക് പറഞ്ഞതിന് ശേഷം എനിക്ക് തന്നെ ഒരു സങ്കടം തോന്നിയിട്ടുണ്ട്. അതായത് അവളുടെ സ്വാതന്ത്ര്യമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അവൾക്ക് പെരുമാറാൻ നമുക്ക് എല്ലായിടത്തും നമ്മൾ ബൗണ്ടറി വെക്കുകയാണ്. അതങ്ങനെ ചെയ്യരുത്, ഇതിങ്ങനെ ചെയ്യരുത്, അവിടെ പോയി അങ്ങനെ നോക്കരുത്, ഇവിടെ വന്നാൽ ഇങ്ങനെ പെരുമാറണം, അവിടെ വന്നാൽ ഓവറായിട്ട് ചിരിക്കരുത്, ഇങ്ങനെ നമ്മൾ ബൗണ്ടറീസും ലിമിറ്റ്സും സെറ്റ് ചെയ്യാണ്. അപ്പം അതാണ് അടുത്തൊരു ചോദ്യം ചോദിക്കാൻ വന്നത്. നമ്മളൊരു കുഞ്ഞിനെ വളർത്തുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലാണെങ്കിൽ പോലും അതിനുള്ളൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മളൊരു പെർഫെക്റ്റ് കിഡിനെ ആണോ, നമ്മളൊരു റോബോട്ട് പോലൊരു കിഡിനെ ആണോ നമ്മൾ വളർത്തിയെടുക്കുന്നത്? അതൊരു ഹാപ്പി ആയിട്ട് എവിടെ പോയാലും ചിരിച്ച് കളിച്ച് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഇങ്ങനെ സോൾവ് ചെയ്യാൻ, അവിടെ പതറി നിൽക്കാതെ സോൾവ് ചെയ്യാൻ, എന്നിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില കുട്ടികളുണ്ട്. അപ്പം അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് ആണോ നല്ലത്? See, to you,
you would have a concept of being perfect to sing in it. എൻ്റെ perfect അങ്ങനെയല്ല. So for the child's perfect is different. And when the child is happy, that is perfect. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഒരു കുട്ടി നമ്മൾ വി നെവർ ലെറ്റ് എ ചൈൽഡ് ടു സെർവ് ഫുഡ് ഈവൻ ടു ദെയർ പ്ലേറ്റ് ഓർ ടു അതേഴ്സ് പ്ലേറ്റ്. സെയിം again, we don't let them like clear the mess or make a mess. നമ്മൾ രണ്ടിടത്തും ഓവർ ഗൈഡിങ് ആണ്. നമ്മൾ ഓവർ പ്രൊവൈഡ് ചെയ്യും. ചിലപ്പം ഒത്തിരി റൂൾസ് സെറ്റ് ചെയ്യും. ദാറ്റ് ഒരു പ്ലേറ്റ് കഴിക്കുമ്പോൾ തന്നെ ഇത്രയും പുറത്താക്കല്ലേ, അത് ചെയ്യരുല്ലേ, അല്ലെങ്കിൽ നമ്മൾ പറയും ഈ കറി എടുത്ത് കഴിക്കുക, ആ കറി നമ്മളാണ് ചൂസ് ചെയ്യുന്നത്. ഡോണ്ട് ചൂസ് ഫോർ ദം, ലെറ്റ് ദം ചൂസ് ദാറ്റ്. പക്ഷേ again, when I'm telling you, like, let them choose food, they can choose. See, every child has to be ഒരു decision making what to eat. Definitely child can, but and the child should be made part of every decision that you make at home. The child should be part of it. But the child is never the decision maker. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഐ ഹാവ് ഹാഡ് ഇൻസ്റ്റൻസസ് വെൻ പേരൻസ് കം ആൻഡ് ടെൽ എൻ്റെ മോൾക്ക് അല്ലെങ്കിൽ എൻ്റെ മോന് ഈ ക്ലാസ്സിൽ ആ കുട്ടിയുടെ കൂടെ ഇരിക്കാൻ പറ്റില്ല, ആ ഫ്രണ്ടിൻ്റെ കൂടെ ഇരിക്കണം. ഓർ സി വി ഹാവ് ഇപ്പം സ്കൂൾ തുറക്കുമ്പോൾ ഉള്ളൊരു മെയിൻ തിങ്, ഫ്രണ്ട് അപ്പുറത്തെ ക്ലാസ്സിൽ അവിടെ ഇരിക്കണം, എവിടെ ഇരിക്കണം. സി വെൻ യു ലുക്ക് അറ്റ് എ ചൈൽഡ്സ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് കുഞ്ഞു കുട്ടികളല്ലേ, അപ്പം അവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ തോന്നും. പക്ഷെ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു ചേഞ്ച് എൻകറേജ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ ഈ കുട്ടി അല്ലെങ്കിൽ വേറൊരു കുട്ടിയായിട്ടും കൂട്ടുകൂടാം എന്നുള്ളത്, അത് കുഞ്ഞിനേക്കാളും പാരൻറ്റിനാണ് അതിൻ്റെ ഒരു സ്ട്രെസ്. അതുപോലെ തന്നെയാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യം പറയുമ്പോഴും, അതെടുക്കരുത്, ഇതിവിടെ താഴെ വീഴ്ത്തരുത്, ഗ്ലാസ് സൂക്ഷിച്ച് പിടിക്കുക. നമ്മളിങ്ങനെ എല്ലാ ഇറസും കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. വേറെ ഇപ്പം സ്കൂളിൽ നമ്മൾ കഴിപ്പിക്കും, നമുക്കൊരു കോമൺ മീൽ ടൈമാണ്. എല്ലാ കുട്ടികൾക്കും വി ടെൽ ദം സ്പ്രെഡ് എ നാപ്കിൻ, ദേ ഓൾ സ്പ്രെഡ് എ നാപ്കിൻ. പക്ഷെ എത്ര വീട്ടിലത് അവർ ചെയ്യാമെന്ന് പറഞ്ഞാലും നമ്മൾ ഇട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ആൻഡ് വി അലൗ ദം ടു ഓപ്പൺ ദർ ലഞ്ച് ബോക്സസ്. ആർക്കെങ്കിലും പറ്റിയില്ലെങ്കിൽ വി ടെൽ ദം, നമുക്ക് ആൻറ്റിമാരുണ്ട് ക്ലാസ്സിൽ, ചേച്ചിയോട് ചോദിക്കൂ, നാനീസിനോട് ചോദിക്കും, അപ്പോൾ അവർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. സോ അഗെയിൻ ദ ചൈൽഡ് ഇസ് അറ്റംപ്റ്റിംഗ് ആൻഡ് ഫെയിലിംഗ് ടു ഡു എ പർട്ടിക്കുലർ തിങ്, ഷീ സീക്സ് ഹെൽപ്പ്. പക്ഷെ വീട്ടിൽ നേരെ തിരിച്ചാണ്. The parent attempts before the child attempts. എല്ലാം ഒരു സമയമില്ല, അതിന്റെ കൂടെ ഇത്രയും പാട്. അപ്പം വീട്ടില് അമ്മ ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ അതിപ്പം എനിക്കാണെങ്കിലും, ഞാൻ ആസ് ഐ ടോൾഡ് യു earlier, മോനെ സ്കൂളിൽ വിട്ടപ്പോൾ സ്കൂളിൽ പോയ ആളാണ്. അപ്പം രാവിലെ ഈ ഒരു ടാൻഡ്രം ഹാൻഡ്ലിംഗ് ഒക്കെ എനിക്കും കുറവ് തന്നെയായിരുന്നു. ബട്ട് as I started, stepping into the shoe of a kindergarten teacher, like after a couple of months I thought, okay, ചെയ്യട്ടെ തന്നെ ചെയ്ത്, അതായിരുന്നു the right thing I made. ഇപ്പം ടോയ്സ് എടുത്ത് കളിച്ചാലും ഞാൻ വീട്ടിലാണെങ്കിൽ what I used to do, I don't know if it was very appropriate or not, തിരിച്ച് ടോയ്സ് സ്കൂളിൽ നമ്മൾ setting away the toys, putting away the toys, അത് അവർ ചെയ്യും. അപ്പം അറ്റ് ഹോം ദേ ഡോണ്ട് ഡു ഇറ്റ്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു ക്ലാസ് അവിടെയുണ്ട്, അവരുടെ എല്ലാ ചാൻഡ്രൂമും അവരും ഫ്രീഡവും എടുക്കുന്ന വീട്ടിലാണ്. അപ്പം ഐ സ്റ്റാർട്ടഡ് hiding these toys away. And what I did was, like, I used to tell them, നിങ്ങൾ സൂക്ഷിച്ചില്ല, it's misplaced somewhere. സോ ദെൻ അങ്ങനെ ഒരു സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുന്നതാണ് നല്ലത്, റാദർ ദാൻ എല്ലാ ദിവസവും വലിച്ചു വാരി ഇട്ടിട്ട് തിരിച്ച് വെക്കാത്തത് കൊണ്ട് നമ്മൾ കുറച്ച് വഴക്ക് പറഞ്ഞ് എടുത്ത് വെക്കും. അത് വളരെ കറക്റ്റ് ആണ്. കാരണം മിക്കവാറും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പലരും കുഞ്ഞുങ്ങളെയും കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ എക്സ്ട്രാ ടൈം എടുക്കും എന്ന് ഓർത്തിട്ട് അവർക്ക് വൈൻഡപ്പ് ചെയ്യണം. അപ്പം അതുകൊണ്ട് പേരൻസ് തന്നെ അത് ക്ലീൻ ചെയ്ത് വെക്കും. അവർ ചെയ്യുന്ന ഓപ്ഷൻ നമ്പർ 1. രണ്ടാമത്തത് പറയാതെ അമ്മ എടുത്ത് വെച്ചോ എന്ന് പറഞ്ഞ് അവർ അതിൻ്റെ പിന്നെ ഒരു 10 പ്രാവശ്യം വിളിക്കണം ഈ കുഞ്ഞിനെ വന്ന് ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അതാണ് ഓപ്ഷൻ നമ്പർ 2. അപ്പം ഈ 2 കാര്യങ്ങളും പേരൻസ് തന്നെ അപ്പം ഏറ്റെടുത്ത് അവർ ചെയ്യും. അപ്പം ഇതിൻ്റെ നട്ട്ഷെൽ, യു ഹാവ് ടു ട്രെയിൻ
ഈ കുഞ്ഞുങ്ങളെ വീട്ടിലും സ്കൂളിൽ എങ്ങനെയാണോ ട്രെയിൻ ചെയ്യിപ്പിക്കുന്നത് അതുപോലെ തന്നെ വീട്ടിലും കുറച്ച് ഈ പറഞ്ഞ സ്കൂളിലും പാരൻസും അതൊരു ഭയങ്കര പാർട്ട്ണർഷിപ്പാണ്. Like what we do at school, when you see child attempting things on their own, respect that and give them that kind of a support that they do things better. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞു ചെറുതായിരുന്നപ്പോൾ ഫുഡ് തന്നെ കഴിച്ചു തുടങ്ങുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോൾ വാട്ട് മൈ പീഡിയാട്രീഷ്യൻ ടോൾഡ് വാസ്, അന്ന് എനിക്ക് ആക്ച്വലി എൻ്റെ ഒരു ടൈം ആ ഒരു സമയത്ത് both my parents or my in-laws, no one could be there with me. Appo then I used to like and listen to what my pediatrician said. So he used to say, moment the child shows signs of wanting to eat on their own, put a mat, give them the food. A mat ode edutha food ang tatti kalanja madi pinne whatever mess. പക്ഷെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ കഴിച്ച് തുടങ്ങുമ്പോൾ the brain produces enzymes to digest the food. They understand like when it is enough. അല്ലെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു ഇമാജിനറി ഒരു ക്വാണ്ടിറ്റി ഉണ്ട് the child has to eat. അതൊരു കുറുക്കാണേലും പിന്നെ ലേറ്റർ ഓൺ ഒരു ചോറും ഇതുമൊക്കെ നമ്മളൊരു കുറച്ചുകൂടെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്ത് തുടങ്ങുമ്പോഴും ഇറ്റ് ഈസ് ദി ക്വാണ്ടിറ്റി ഈസ് അമ്മാസ് പെർസെപ്ഷൻ, നോട്ട് വാട്ട് ദ ചൈൽഡ് വാണ്ട്സ്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇത് വേണോ വേണ്ടയോ ആൻഡ് നെവർ കിൻഡർ ഗാർഡൻ ഇപ്പം ഒത്തിരി പാരൻസ് സ്കൂളിലോട്ട് കുട്ടികളെ വിട്ട് തുടങ്ങുന്നതാണ്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കണം ലൈക്ക് ഒരു ചോറാണെങ്കിൽ ചോറ്, ഒരു വെജിറ്റബിൾ, ഇഫ് യു പ്രിഫർ നോൺ വെജ് എന്തുണ്ടെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തു വിടുക. മെനി പാരൻസ് ദേ മിക്സ് എവറിത്തിങ് ആൻഡ് ക്ലോസ് ഇറ്റ് കൊടുത്തു വിടും. ഈ 12:30 ചിലത് ചൂടോടെ ആയിരിക്കും കൂട്ടി വയ്ക്കുന്നത്. ഈ 12:30 ഇത് തുറക്കുമ്പോഴും ഇറ്റ്സ് വെരി ഒരു ഫൗൾ സ്മെല്ല് തന്നെ ഉണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എവറി ഫുഡ് ദാറ്റ് ദേ ടേസ്റ്റ് സെപ്പറേറ്റ് കൊടുത്ത് വിടുക ആൻഡ് ദെൻ വി ക്യാൻ എൻകറേജ് ദം ടു മിക്സ് ആൻഡ് ഈറ്റ് ഓർ ദ ചൈൽഡ് ടേസ്റ്റ് ഈച്ച് ഫുഡ്. അപ്പം അത് കുറച്ചും കൂടി ആ ഒരു ഇൻഡിപെൻഡൻസ് ഉണ്ട് ഇൻ ചൂസിങ് വാട്ട് ദേ വാണ്ട് ടു ഈറ്റ് rather than you telling them ഈ വെജിറ്റബിൾ ഇസ് ഗുഡ് ഫോർ നത്തിങ് ഗോസ്. അവരത് എടുക്കില്ല. വാട്ട് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ഇസ് അത് നല്ല സ്വീറ്റ് ആണോ, യമ്മി ഫുഡാണോ, അതൊക്കെയാണ് പിള്ളേർക്ക്. അല്ലാതെ ന്യൂട്രീഷ്യസ് എന്നൊന്നും പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഹെൽപ്പ് ദം മച്ച്.